സംസുഖ അസ്സലാമു അലൈക്കും. ഞങ്ങളിവിടെ കേരള ജമാഅത്തിലുള്ള ഇട്ടാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് എല്ലാവരും. നബിദിനത്തിൻ്റെ പരിപാടി ആയിട്ടാണ് നാളെ. ബോംബെയിൽ ഞായറാഴ്ചയാണ് പരിപാടി. ജസ്റ്റ് ഇന്നിങ്ങനെ കാണിച്ചു തരിക. ഇവിടെ അബ്ദുൾ റഹ്മാൻ തങ്ങൾ പാപ്പാടെ യാറത്തിങ്ങിൻ്റെ ഇവിടുന്നാണ് വലിയ ഗേറ്റ്. അത് കഴിഞ്ഞാൽ നമ്മളെ ഫേമസ് കുഞ്ഞിപ്പാക്കാൻ്റെ ഇളനീക്കടയാണ്. അതിൻ്റെ തൊട്ടടുത്താണ് ഈ അബ്ദുൾ റഹ്മാൻ പാപ്പ തങ്ങൾ പാപ്പാടെ യാറം. ഫേമസ് കുഞ്ഞിപ്പാക്കാൻ്റെ കട അവിടെ ഇട്ടാണ്. അവിടുന്ന് ഇങ്ങനെ നേരെ ഓപ്പോസിറ്റിലാണിത്. ഓക്കെ, ഇവിടെ വെക്കട്ടെ. പിന്നെ കേരള ജമാഅത്തിൽ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് കഴിച്ച് എൻ്റെ പണിക്കാരന് ഒരു കവറിലുണ്ട് കൊടുന്ന്. ഇതാണ് ഫേമസ് കുഞ്ഞിപ്പാക്കാൻ്റെ ഇളനീ കട കേട്ടോ. മറക്കല്, കാണാൻ മറക്കണ്ട. എൻ്റെ കടയുടെ മുന്നിൽ വെച്ച് പൊട്ടിക്കണേ. ഇതൊക്കെ ഭാഗ്യമാണ്. നിങ്ങൾ എന്താ വിചാരിച്ചേ? देखा मेरा दुकान का सामने पटाखा देखा गणपति अपना दुकान का सामने बहुत बड़ा गणपति जाता है. ഇവിടെ എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും ഇത് സുനിലിൻ്റെ അമ്മയാണ് പാവം. എപ്പോഴും ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും പറയും എന്നോട്, മോനെ ഭക്ഷണം കഴിച്ചാൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും കൊടുന്നേരം. നല്ല സ്നേഹട്ടോ ഇവിടെ ജാതി മതം ജപ്പായിട്ട് നല്ലപോലെ നിൽക്കച്ചാൽ അത് നല്ലൊരു. എത്ര കൊല്ലമായിന്ന് അറിയോ? ഞാനിപ്പോൾ ഏകദേശം 49 വയസ്സായില്ലേ. 40 വർഷം വരെ ഇവരെ കൂടെയൊക്കെ തന്നെയാണ്. ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഇവിടെ ശിവസേനക്കാരായാലും BJP കാരായാലും ശരി, RSS കാരായാലും ശരി, ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല. നല്ല സ്നേഹത്തോടെ തന്നെ കഴിഞ്ഞാൽ മതി. അവരായിട്ട് ഒരു കുഴപ്പമില്ല. എന്ത് വേണമെങ്കിലും അവർ ചെയ്തു തരും. ഇപ്പം എൻ്റെ ഈ ഇളനീക്കട ഞാൻ നാളും പറഞ്ഞത്, അതും ഇതൊരു ശിവസേനക്കാരൻ്റെ ആണ്, RSS കാരൻ്റെ ആണ്. അതുപോലെ ഞാൻ കിടന്ന് ഉറങ്ങണ റൂം, അതിൻ്റെയൊക്കെ മുതലാളി ഇവിടെ ഉണ്ട്. അയാളിപ്പോൾ എവിടെ പോയണോ എന്നെ കണ്ടിട്ടില്ല. ഞാനപ്പോൾ കേരള ജമാഅത്തിൽ ഞാൻ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട്
കേരള ജമാഅത്തിൽ പോയിട്ട് ഒരു മൊയിലുണ്ടായിരുന്നു, അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവർ പോയിട്ടില്ല. അയാൾ ഞാൻ കിടന്ന് ഉറങ്ങണ റൂമിൻ്റെ ഉടമസ്ഥന് മുതലാളി ഇവിടെ ഉണ്ട് തോന്നുന്നു, കാണാനില്ലേ. ഇവിടെ നല്ലപോലെ സ്നേഹിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ബോംബെയിലത്തെ ഇവിടെ നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നും കേട്ടോ, ബോംബെ നിങ്ങൾ ചേർക്കുന്നുണ്ടാവും. ബോംബെയിൽ എന്തൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് അതൊന്നുമില്ല. ഇവിടെ സ്നേഹം കൊടുത്താൽ തിരിച്ച് ഇതേമാതിരി സ്നേഹം ഞങ്ങൾക്കും തരും. ചെറ്റത്രം ചെയ്താൽ അവിടെ ഏത് മതമായിക്കോട്ടെ അവർ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കും. എന്തായാലും ഞാൻ ഇവിടെ കൊണ്ട് വെക്കുക. എൻ്റെ കടറ മുകളിൽ അതാ മഴ അതാണ് എൻ്റെ കടറ. അവിടുന്ന് ഇവിടെ എത്തിയപ്പോൾ തന്നെ മഴ പെയ്ത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നാളെ നബിദിനാണ്, ഞായറാഴ്ച വൈകുന്നേരമാണ് പരിപാടി. എല്ലാവരും കാണാൻ എല്ലാവരും കാണാൻ മറക്കല്ല. സബ്സ്ക്രൈബ് ചെയ്ത ബോംബെൻ്റെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇനി അടുത്ത കൊല്ലാണ് ഇതേമാതിരി ഇനി പരിപാടി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവരെല്ലാവരും ഇവിടെ എല്ലാം എന്തുണ്ടെങ്കിലും എൻ്റെ കടറ ഓട്ടിക്കൂടാ, ഞങ്ങൾക്ക് കാണണമല്ല. എനിക്ക് എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് നന്നെന്നാ തോന്നണം കേട്ടോ. അപ്പം ഇനി എല്ലാവരോടും ഇന്ന് 6/9/2025 നമ്മളെ ഗണപതിജിൻ്റെ വണ്ടി കൊടുത്തിട്ട് ഇളനീ കാലിയാക്കട്ടെ. ഇത് ബാക്കിൽ ഏറ്റവും ബാക്കിൽ പോലീസ് വണ്ടി ഉണ്ടാവും. ഇതാണ്. അപ്പോൾ എല്ലാവരോടും നമസ്കാരം, നന്ദി, അസ്സലാമു അലൈക്കും. എനിക്ക് ചോറ് തരുന്ന ആ അമ്മയാണ് കളിക്കണേ, പാവം. ये मम्मी मेरे को खाना देती. ആറ് 9/2025 ശനിയാഴ്ച രാത്രി എൻ്റെ കടറ തന്നെയാണ് ഗണപതിനെ കൊണ്ടുപോകണത്. ചെറിയ ഗണപതിനൊക്കെ 2 ദിവസം മുന്നേ കൊണ്ടുപോയിക്കണേ. ഇപ്പോൾ വലിയ ഗണപതിനാണ് ഇന്ന് കൊണ്ടുപോകണം. ഇന്ന് എല്ലാ ഗണപതിനും കൊണ്ടുപോകുന്ന ദിവസമാണ്. എത്രാം തീയതി? ശനിയാഴ്ചയാണ് 6/9/2025. ലാസ്റ്റ് ഒരു ഗണപതി ഉണ്ട്, അത് എന്താണ് ലാൽബാഗിലെ രാജ. അത് എല്ലാ ഗണപതിനെയും കടലിൽ ഒഴിക്കിയതിന് ശേഷം ലാസ്റ്റ് അതാണ് മുങ്ങുക, വെള്ളത്തിൽ കൊണ്ടുപോയി ഒഴിക്കുക. എൻ്റെ കടയിൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാ സംഗതിയും കാണാം. എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതി. അതിനും വേണം ഒരു ഭാഗ്യം. പടക്കം പൊട്ടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടെ പൊട്ടും.
മാനുവിൻ്റെ ഒക്കെ ഒരു ഭാഗ്യം നോക്കാണ്. ചിലരിത് കാണാൻ പലയിടത്തേക്കും പോകേണ്ട ആവശ്യം വരിക. ഞാൻ ഇവിടെ മാനോ നബിയത്തിനോ ഒന്നിനും മാനുവിന് പങ്കെടുക്കാൻ പറ്റണില്ല. അത് കാരണം ഇതൊക്കെ പടച്ചോ കാണും. ആർച്ചാന്മാരാണ് എന്നാൽ മാനുവിൻ്റെ കടറ മുന്നിൽ കൂടെ എല്ലതും പോയിക്കോട്ടെ. ഈ വർഷം ഓണം, നബിദിനം, ഗണപതി അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ചിട്ടുള്ള വരവാണ് വന്നിക്കണേ. എന്തായാലും മാഷാ അല്ലാഹ് നല്ല റാഹത്തായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പിരിഞ്ഞു പോയി. ഇനി അടുത്ത വർഷം തോന്നണമെങ്കിൽ ക്രിസ്മസും എല്ലാം കൂടി ഒരുമിക്കുമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അങ്ങനെ വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണത്. അപ്പോൾ എല്ലാവരോടും ഹാപ്പി ഓണം, ഹാപ്പി ഗണപതി, ഹാപ്പി നബിദിനം എൻ്റെ വകയായിട്ട് എല്ലാവരോടും. ഇന്നത്തെ ദിവസം 9 അല്ലേ, എത്രാം തീയതി? 6/9/2025. സദ്യ കഴിക്കാൻ പോകണം. Smile, Maria. Silly.